നമസ്കാരം. കാൽ നൂറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2001 കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ മൂന്നാം ആന്റണി മന്ത്രിസഭയുടെ ചരിത്രവും 2026 VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ ഏറാൻ കാത്തു നിൽക്കുന്ന പുതിയ UDF മന്ത്രിസഭയുടെ രൂപീകരണ ചർച്ചകളും ഒത്തുനോക്കുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിലെ ഭാവമാറ്റങ്ങളുടെ വലിയ ഒരു ചിത്രമാണ് പുറത്തു വരുന്നത്. അന്ന് ഒറ്റ സീറ്റിൽ മാത്രം ജയിച്ച ഘടകകക്ഷിയെ പോലും നെഞ്ചോട് ചേർത്ത കൈകൾ ഇന്ന് ചരിത്ര വിജയത്തിൻ്റെ തിളക്കത്തിലും ഘടകകക്ഷികളെ പിണക്കുന്ന രീതിയിലേക്ക് മാറുകയാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചത് 99 സീറ്റുകളായിരുന്നു. ഇതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് കാട്ടി. തൊട്ടു പിന്നിൽ 16 സീറ്റുകളുമായി മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കഴക്കൂട്ടത്ത് നിന്ന് UDF വിമതനായി മത്സരിച്ച് ജയിച്ച കോൺഗ്രസ്സുകാരൻ MA വാഹിദ്, അദ്ദേഹം പാർട്ടിയിലേക്ക് തിരികെ എത്തിയതോടെ UDFന്റെ അംഗബലം ആ 99 നിന്ന് 100 ഉയർന്നു. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രം വിചാരിച്ചാൽ മന്ത്രിസഭയ്ക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 63-ഉം 16-ഉം അങ്ങനെ 79. എന്നാൽ വലിയ കക്ഷികൾ ചെറു കക്ഷികളെ അടിച്ചമർത്താൻ അന്ന് ശ്രമിച്ചില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ 20 മന്ത്രിമാരുണ്ടായിരുന്ന ആ മന്ത്രിസഭയിൽ കോൺഗ്രസിന് 9 മന്ത്രിമാരും ലീഗിന് 4 മന്ത്രിമാരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്, അന്ന് മാണി ഗ്രൂപ്പ് UDFിലായിരുന്നു, 2 മന്ത്രിമാരുമാണ് ഉണ്ടായിരുന്നത്. അതിലുമുപരി 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന കേരള കോൺഗ്രസ് B, അതുപോലെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, RSPB എന്നീ കക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകി. അവരെ ചേർത്ത് നിർത്തി. TM ജേക്കബും R ബാലകൃഷ്ണപിള്ളയും ബാബു ദിവാകരനുമൊക്കെ മന്ത്രിമാരായി. അത്രയുമല്ല, കേവലം ഒരൊറ്റ സീറ്റിൽ മാത്രം ജയിച്ച CMPയിലെ MV രാഘവൻ, അദ്ദേഹത്തെയും മന്ത്രിസഭയ്ക്ക് പുറത്തു നിർത്തിയില്ല, ചേർത്തു നിർത്തി. സഹകരണ വകുപ്പ് നൽകി. ജയിച്ച എല്ലാ ഘടകകക്ഷികൾക്കും 5 വർഷവും പൂർണ്ണകാല മന്ത്രിസ്ഥാനം നൽകി മുന്നണി മര്യാദയുടെ ഉത്തമ മാതൃകയാണ് അന്ന് AK ആന്റണി കാട്ടിയത്. അന്ന് UDF ഒറ്റക്കെട്ടായിരുന്നു. KR ഗൗരിയമ്മയും മന്ത്രിസഭയിലുണ്ടായിരുന്നു, കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് മികച്ച വിജയമാണ് JSS നേടിയത്. പക്ഷേ 2026 എത്തുമ്പോൾ കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന വലിയ മനസ്സ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാലം മാറി. 2026 എത്തുമ്പോൾ UDFന് കൈവന്നത് 99+1 പകരം 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. കോൺഗ്രസ് ആകട്ടെ 2021 സമാനമായി 63 സീറ്റുകളിൽ വിജയിച്ച് വലിയ ഒറ്റക്കക്ഷിയായി മാറുകയും ചെയ്തു. എന്നാൽ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടന്നപ്പോൾ അണിയറയിൽ നടക്കുന്നത് വടംവലികളും കടുംപിടുത്തങ്ങളുമാണ്. പടലപ്പിണക്കങ്ങളും ഒപ്പമുണ്ട്. ഇത്തവണ കോൺഗ്രസിന് 11 മന്ത്രിമാരെ വേണമെന്നാണ് പിടിവാശി. മികച്ച വിജയം കാഴ്ചവെച്ച മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനങ്ങൾക്കായി ഉറച്ചു നിൽക്കുന്നു. ഇതോടെ ചെറുകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം വിഷമിച്ചു നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രിസ്ഥാനം വീതം വയ്ക്കൽ അഥവാ ടേം വ്യവസ്ഥ ആലോചിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. മാണി സി കാപ്പനും KK രമയ്ക്കും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. UDFന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു ഫോർമുല ഇതാദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2.5 വർഷം പങ്കിടുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ.
മാണി സി കാപ്പൻ സ്വതന്ത്രനാണ്. അയാൾ സ്വതന്ത്രനായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അയാളുടെ നാമനിർദ്ദേശ പത്രികയിൽ അത് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അയാൾ ഒരിക്കലും UDF ഭാഗമല്ല. അയാൾ തീർത്തും സ്വതന്ത്രനാണ്. അയാൾക്കൊരു പാർട്ടിയുമില്ല. അയാൾക്ക് പകുതി കൊടുക്കാൻ, അങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മന്ത്രിസ്ഥാനം അത് KK രമയ്ക്ക് കൊടുത്താലും വേണ്ടില്ല. അതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. അവർ മത്സരിച്ച 8 സീറ്റുകളിൽ 7 പേരും വിജയിച്ചു. ഒരാൾ മാത്രമാണ് തോൽവി നേരിട്ടത്. ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുത്ത ഏറ്റുമാനൂരും ഇടുക്കിയും അവർ തന്നെ മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെയും വിജയിച്ചേനെ. ഇപ്പോൾ ആ 2 സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു, അത് വേറെ കാര്യം. ആ യാഥാർത്ഥ്യമൊക്കെ ഉള്ള സമയത്താണ് അവർക്ക് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രിസ്ഥാനം മാത്രം നൽകാനുള്ള നീക്കം നടക്കുന്നത്. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല. 5 MLA-മാരിൽ കൂടുതലുള്ളവർക്ക് 2 മന്ത്രിസ്ഥാനം എന്നാണ് മുന്നണികളുടെ പൊതു തീരുമാനം. അത് പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. അവർക്ക് 2 മന്ത്രിമാരെ കൊടുക്കണം. ചീഫ് വിപ്പ് കൊടുക്കുന്നോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവർ 2 മന്ത്രിസ്ഥാനത്തിന് അർഹരാണ്.